നിങ്ങള് ഇപ്പൊ സ്വന്തം കിടപ്പറയിൽ വന്നാൽ ഏറ്റവും വലിയ കൂട്ടുകാരനാരാ? മൊബൈലാ അല്ലേ? എങ്ങനെയാണല്ലോ ഇപ്പൊ ഇവിടെ ഈ മൊബൈലിൽ എന്താ കാണുന്നത്? ലൈറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോ ജനറൽ ലൈറ്റ് കണ്ട് ഓഫാക്കിയാൽ എല്ലാരും മുഖം പ്രകാശിക്കുമ്പോ, ജനറൽ ലൈറ്റ് ഓഫായാൽ എല്ലാരും മുഖം പ്രകാശിക്കും. നിങ്ങളെ അടുത്ത കൊല്ലം ഇന്നെ ഉറൂസിന് വിളിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. പറഞ്ഞു മനസ്സിലായി? ജനറൽ ലൈറ്റ് ഓഫാക്കിയാൽ ആണും പെണ്ണും വെല്ലിപ്പയും വെല്ലിമ്മയും മുഖം ഇങ്ങനെ പ്രകാശിക്കുക. എന്നിട്ട് തസ്ബീമാലാണ് ലൈറ്റ് കടത്തി അങ്ങനെ കത്തുന്ന. ആർക്കും ശല്യമില്ല. അള്ള പഠിച്ച നരമ്പിന്റെ പുറമെ ഒരു നരമ്പ്, ഇപ്പൊ നരമ്പും വേണ്ട, ഒരു കൊക്ക അങ്ങനെ വെച്ചാൽ മതി. ഇപ്പൊ നരമ്പിന്റെ ആവശ്യമില്ല, ആർക്കും ഒരു ശല്യമില്ല. എന്നിട്ട് ഈ ലോകത്ത് കണ്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തായി? ഇവിടെ കൊറോണ വന്നു. അനുഭവപ്രിയമുള്ളവര്, കൊറോണ വന്നപ്പോ എല്ലാരും അകത്തിരുന്നു, പുറത്തിറങ്ങാൻ വയ്യാതായി. അപ്പൊ ചിലരൊക്കെ പുറത്ത് ബന്ധപ്പെടാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ ട്രെൻഡ്. മൗലമാരുണ്ട്, പോയി മൗലവിമാരുണ്ട്, മാസ്റ്റർമാരുണ്ട്, അഡ്വക്കറ്റുമാരുണ്ട്, പല സൈസ് ആളുകളുണ്ട് യൂട്യൂബ് ചാനൽ. എന്നിട്ട് ഈ യൂട്യൂബ് ചാനലിൽ എന്താ ചെയ്യണത്? ഖുർആനോ ഹദീസോ വല്ല ഉസ്താദുമാര് വിശദീകരിച്ച് എന്തെങ്കിലും ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ക്ലിപ്പിട്ട് പരിഹസിക്കുക. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പരിഹസിക്ക, പരിഹാസം മാത്രം. ഇന്നിപ്പോ അതാണുള്ള ഹോബി. ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രീയ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ തന്നെ പേടിയാണ്. പരിഹാസം മാത്രമേ കാരണം പ്രസംഗത്തിൽ ഉണ്ടാവുക. നാടിന് ആവശ്യമില്ല, പറയുന്നവരുണ്ടാവാം, ഞാൻ കുറ്റപ്പെടുത്തിയല്ല. എല്ലാ തുറയിലും പരിഹാസമായി പോയി. ഇങ്ങനെ പരിഹസിച്ച് ഇങ്ങനെ ലദ്ദാത്ത് ഷഹവാത്തില് മുൻഹമിക്കാകുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്ത് വന്നപ്പോ ഔലിയാക്കളൊന്നും ഇല്ലാതായി. മൂലേരും ഒലിയാകണില്ല, തങ്ങളും ഒലിയാകണില്ല, ആചാരും ഒലിയാകണില്ല, ആർക്കും പോലും മർത്തബ കിട്ടണില്ല. അഭിനയിച്ചിട്ട് കാര്യമില്ല, ഇത് കിട്ടണം. അതുകൊണ്ട് ഈ വിശേഷണങ്ങൾ നമ്മൾ ഒക്കണം. ഒന്ന്, വിശ്വാസം ക്ലിയർ ആവണം. അൽ ആരിഫു ബില്ലാഹി വസിഫാത്തിഹി, അല്ലാഹനെ അറിയേണ്ട മാതിരി അറിഞ്ഞ് അല്ലാഹനെ വിശ്വസിക്കേണ്ട മാതിരി വിശ്വസിക്കണം. അതിന്റെ അങ്ങേപുറത്ത് പറ്റൂല. രണ്ടാമതായി വേണ്ടത് അൽ മുവാലിബു അല ത്വാഅത്ത്, വഴിപാട് എല്ലാ സെക്കൻഡും സുന്നത്തും ഫർളും ആവണം ജീവിതം. മൂന്നാമതായി വേണ്ടത് വൽ മുതജന്നിബു അനിൽ മആസി, പാപങ്ങൾ അണുമണി തൂക്കം പാടില്ല, പാപങ്ങളിൽ നിന്ന് വിമുക്തി വേണം. നാലാമത് വേണ്ടത് അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ഊതി ഇച്ഛകളിൽ പൂണ്ടുപിടിക്കലിന് നിന്ന് നമ്മൾ മാറി നിൽക്കണം. നോക്കി ഈ ആധുനിക ലോകത്ത് എന്റെ ഫോൺ നോക്കുകയാണ് നിങ്ങൾ, എത്ര സ്ഥലത്താണ് ഞാൻ മറന്നിക്കല് അറിയോ? എനിക്ക് വിളിച്ചുകൊണ്ട് ഒരു ഉസ്താദ് നിങ്ങളെ ഫോൺ ഇതെവിടെ? ആർക്കും വേണ്ട. മറ്റേത് മറന്നുവെച്ചാൽ കിട്ടുമോ? നല്ല ഫോണൊക്കെ ആണെങ്കിൽ മറന്നുവെച്ചാൽ കിട്ടുമോ? എടുത്ത ആളെന്നെ ഒന്ന് ഓഫാക്കി ഇടും, എന്താ ആകിടുന്ന് അറിയാൻ വേണ്ടിട്ട്. പ്രിയമുള്ളവര്, ഇതൊക്കെ കൊണ്ടുനടന്നാലേ നമ്മളെ ജീവിതം ഹലാക്കാവും. സംഗതി വലിയ ഉപകാരമാണ്. പെരിയിലെ കക്കൂസ് മാതിരിയാണ് സാധനം. കക്കൂസ് വല്യപ്പാക്ക് വേണം, വല്യമാക്ക് വേണം, ബാപ്പാക്ക് വേണം, ഉമ്മാക്ക് വേണം, എനിക്ക് വേണം, ഭാര്യക്ക് വേണം, മകിപ്പ പറ്റ കുട്ടിക്കടക്കം കക്കൂസ്. അതുപോലെ ഈ സാധനം എല്ലാവർക്കും വേണം. പക്ഷെ കക്കൂസ് കെടുക്കാൻ സ്ഥലമെങ്കിൽ ആരും പോയി കെടുക്കലില്ല, ആവശ്യത്തിന് മാത്രമേ പോവുള്ളൂ. അതുപോലെ ഇത് ആവശ്യത്തിനെ തൊടാൻ പാടുള്ളൂ. ആവശ്യത്തിനപ്പുറം തൊട്ടാൽ ഇടങ്ങാറാവും, മുസീബത്താവും. മുസീബത്താവുന്നുള്ളതിന് ഉദാഹരണം എനിക്ക് പറയാണ്ട്, അനുഭവം എനിക്കുണ്ട്. അല്ലാഹു തആല നമ്മളെ കുട്ടികളൊന്നും തൊട്ടു പോകരുത്, ആ സാധനത്തിൽ കളിച്ചു പോകരുത്. അർഹമുർ റഹീമീനായ റബ്ബേ, ലദ്ദാത്ത് ശഹവാത്തിൽ നിന്ന് മാറി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് ഒരുപാട് ഉപകാരമുണ്ട്. ഇപ്പൊ ഈ വയല്